കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 17-ാം അധ്യായം 10 മുതൽ 13 വരെ തിരുവചനങ്ങൾ. മലയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്നും പീഡകളേൽക്കാൻ പോകുന്നു. സ്നാപക യോഹന്നാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശുദ്ധ ലൂസിയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. 3-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ സിസിലിയിൽ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ലൂസി ജനിച്ചത്. ആ കുടുംബം ദൈവവിശ്വാസത്തിലും ദൈവഭക്തിയിലുമൊക്കെ വളരെ ആഴമുള്ള ഒരു കുടുംബമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അവൾ തീരുമാനിച്ചു ഒരു സമർപ്പിതയായി ജീവിക്കണമെന്ന്. ദരിദ്രർക്കും പീഡിതർക്കുമൊക്കെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് സമർപ്പണത്തിലൂടെ ജീവിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുകയും ചെയ്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മയ്ക്ക് വലിയൊരു രോഗമുണ്ടായി. അപ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് അവളുടെ സിസിലിയിൽ തന്നെയുള്ള സെയിൻറ്റ് അഗാത്തായുടെ ആ ഷ്രൈനിൽ പോയി പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് സൗഖ്യം കിട്ടി. അതിലൂടെ സമർപ്പണ ജീവിതത്തിലേക്കുള്ള അവളുടെ തീഷ്ണത കൂടുതലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യുവാവ് ഇവളുടെ സമ്പത്തിൽ ആകർഷിക്കപ്പെട്ട് ഇവളുടെ സമ്പത്ത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവളെ വിവാഹം കഴിക്കുവാനായി ചെന്നു. അവൾ അതിനെ എതിർത്തു. അവൾ പറഞ്ഞു, ഞാൻ സമർപ്പണ ജീവിതത്തിലേക്ക് പോകുവാൻ, അങ്ങനെ ജീവിക്കുവാൻ തീരുമാനിച്ചവളാണ്. അന്ന് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു. ഈ യുവാവ് ഭരണാധികാരികളോട് പറഞ്ഞു, അവൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവളാണ്, അവൾ സമർപ്പണ ജീവിതം നയിക്കുന്നവളാണ് എന്നെല്ലാം ഭരണാധികാരികളോട് പറഞ്ഞപ്പോൾ ഭരണാധികാരികൾ അവളെ കൂടുതൽ പീഡിപ്പിക്കുവാൻ തുടങ്ങി. അതിക്രമങ്ങൾക്ക് അവൾ വിധേയയായി. അവസാനം അവളുടെ ജീവൻ പോലും അവൾക്ക് കൊടുക്കേണ്ടതായി വന്നു. കാരണം അവൾ നിശ്ചയിച്ചിരുന്ന, അവൾ വിശ്വസിച്ചിരുന്ന ദൈവത്തിൽ, ക്രിസ്തുവിൽ സമർപ്പിതയായി ജീവിക്കുവാൻ എതിർപ്പുകൾ വന്നപ്പോൾ ജീവൻ കൊടുത്തു പോലും അവളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. വിശുദ്ധ ലൂസി നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. ദൈവകരങ്ങളിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ, തീഷ്ണതയോടെ ജീവിക്കുവാനുള്ള ഒരു മാതൃകയാണ് വിശുദ്ധ ലൂസി. ലൂസിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ വായനയിൽ ശ്രവിച്ചതും അതുപോലെ തീഷ്ണതയുള്ള രണ്ടുപേരെക്കുറിച്ചാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഏലിയ പ്രവാചകനെ പറ്റി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അഗ്നി പോലെ ഉയരുന്നവനാണ്, പന്തം പോലെ കത്തി ജ്വലിക്കുന്നവൻ, കർത്താവിൻ്റെ വചനം കൊണ്ട് ആകാശത്തിൻ്റെ വാതിലുകൾ പോലും അടയ്ക്കുന്നവൻ, അത്ഭുതങ്ങളിൽ മഹത്വമുള്ളവൻ. ഇങ്ങനെയൊക്കെ തീഷ്ണതയുള്ള മറ്റൊരു പ്രവാചകൻ ഉണ്ടോ എന്ന് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്. ദൈവം നമുക്ക് കാണുവാൻ സാധിക്കും, ചരിത്രത്തിൽ തൻ്റെ ഉടമ്പടി ലംഘിച്ചു പോയ, അനുസരണക്കേടിൽ മറ്റ് ദേവന്മാരിൽ വിശ്വസിക്കുകയും വ്യതിചലിച്ചു പോയ ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി പ്രവാചകന്മാരെ അയക്കുന്നുണ്ട്. അവരെ മാനസാന്തരത്തിലൂടെ തിരികെ കൊണ്ടുവരുവാൻ, അനുതാപത്തിലേക്ക് അവരെ വിളിച്ചുകൊണ്ട് ധാരാളം പ്രവാചകന്മാരെ അയക്കുന്നുണ്ട്. അതിലൊരു പ്രവാചകനായിരുന്നു ഏലിയ. തന്നെ ഏൽപ്പിച്ച ദൗത്യം വളരെ തീഷ്ണതയോടെ നിർവഹിച്ച പ്രവാചകൻ. അപ്പോൾ ഏലിയ വീണ്ടും വരുമെന്നാണ് ഈശോ ജീവിച്ചിരുന്നപ്പോൾ ശിഷ്യന്മാർ പോലും വിശ്വസിച്ചിരുന്നത്. അതാണ് അവർ ചോദിക്കുന്നത്, ഏലിയ എപ്പോഴാണ് വരുന്നത്? എന്നാൽ ഈശോ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഏലിയായുടെ തീഷ്ണതയോടെയാണ് സ്നാപക യോഹന്നാൻ വന്നത്. എന്നാൽ നിങ്ങൾ അവനെ നിരസിക്കുകയും അവനെ പീഡിപ്പിക്കുകയും ചെയ്തു. ഏലിയായുടെ അതേ ദൗത്യമായിരുന്നു സ്നാപക യോഹന്നാനും നിർവഹിച്ചിരുന്നത്.
നമ്മളെന്താണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്? മാനസാന്തരത്തിലേക്കുള്ള വിളി. ഇന്നും സഭയിൽ ആ മാനസാന്തരത്തിൻ്റെ ശബ്ദവുമായി പല പ്രവാചകന്മാരും പ്രഘോഷകന്മാരും ഉണ്ട്. നമ്മളെ ഓരോരുത്തരുടെയും ദൗത്യം ഇതാണ്: മാനസാന്തരത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക, യേശുവിലേക്ക് എല്ലാവരെയും അടുപ്പിക്കുക, യേശുവിൽ നിന്നും നമ്മളെ അകറ്റുന്ന എല്ലാറ്റിനെയും നിരസിക്കുക, ഉപേക്ഷിക്കുക. നിങ്ങളുടെയും എൻ്റെയും ദൗത്യം അതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. നമ്മുടെ ബന്ധങ്ങളിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. ഈശോയിൽ നിന്നും നമ്മളെ അകറ്റുന്ന എല്ലാറ്റിനോടും നോ പറയുവാൻ നമ്മൾ തീഷ്ണത കാണിക്കണം. ഇതാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള വിളി. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ ഈ ലോകത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ, ഹൃദയത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാതെ ബാഹ്യ കണ്ണുകളിലൂടെ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ്. ഇന്ന് നമുക്ക് ഈ സത്യം മനസ്സിലാക്കാം. ഏലിയായുടെ തീഷ്ണതയോടെ, സ്നാപകയോഹന്നാൻ്റെ തീഷ്ണതയോടെ യേശുവിനെ കാണുവാൻ, യേശുവിനെ പ്രഘോഷിക്കുവാൻ, മാനസാന്തര അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂസിയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ജീവൻ കൊടുത്തു പോലും അത് നടപ്പാക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി വിശുദ്ധ ലൂസിയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ലൂസി എന്ന നാമധാരികളായ നമ്മുടെ സഹോദരിമാർക്കെല്ലാം വേണ്ടി പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.